ശത്രുക്കളുടെ ഭീഷണിക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറല്ലെന്ന പ്രഖ്യാപനവുമായി പശ്ചിമേഷ്യൻ ഇറാൻ പ്രതിരോധം കടുപ്പിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ഇവിടെ വലിയൊരു സൈനിക നയതന്ത്ര തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടേയിരിക്കുന്നത്. പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ നേതൃത്വത്തിന് കീഴിൽ അവസാന ശ്വാസം വരെ പൊരുതുമെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷേഷ്കിയാൻ പരസ്യമായി പ്രഖ്യാപിച്ചതോടെ വാഷിംഗ്ടണിലെ എല്ലാ കണക്കുകൂട്ടലുകളും തകർന്ന് തരിപ്പണമാവുകയാണ്. വിഭജന തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ നിലവിൽ ഭരണകൂടത്തെ റവല്യൂഷണറി ഗാർഡിനെയും തളർത്താമെന്ന അമേരിക്കൻ വ്യാമോഹങ്ങളെ പെഷേഷ്കിയാൻ പാടെ തള്ളിപ്പറയുക മാത്രമല്ല, രക്തസാക്ഷിത്വത്തെ പോലും ഭയക്കാതെ പോരാടുമെന്ന് ശത്രുക്കൾക്ക് മുന്നിൽ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മുജ്തബ ഖൊമേനിയുടെ ആരോഗ്യനിലയെ ചൊല്ലി വ്യാജ പ്രചാരണങ്ങളും പുകമറകളും സൃഷ്ടിച്ച് പ്രതിസന്ധി മറികടക്കാൻ ഇസ്രായേലും അമേരിക്കയും കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട് എങ്കിലും പരമോന്നത നേതാവിന്റെ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ ആ നീക്കങ്ങളുടെ നിഴൽ വീഴ്ത്തുകയായിരുന്നു. ട്രംപ് ഭരണകൂടം പടുത്തുയർത്തിയ വ്യാജ യുദ്ധ കഥകളും നുണപ്രചാരണങ്ങളും ഒന്നിനു പുറകെ ഒന്നായി തകരുകയും അതിർത്തികളിൽ പ്രതിരോധ നിര കൂടുതൽ ശക്തമാവുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. മറുഭാഗത്ത് 5 മാസത്തിലേറെയായി തുടരുന്ന അനാവശ്യ യുദ്ധം മൂലം അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവീര്യവും ശേഷിയും പൂർണ്ണമായും ചോർന്നുപോയിരിക്കുന്ന ഭയാനകമായ യാഥാർത്ഥ്യം കൂടെ പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന രൂക്ഷമായ ആക്രമണങ്ങളിൽ 700ഓളമായി ഉയർന്ന അമേരിക്കൻ സൈനികരുടെ പരിക്കുകൾ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ തലച്ചോറിന് മാരകമായി ക്ഷതമേൽക്കുന്ന ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ബാധിച്ച് നൂറുകണക്കിന് സൈനികർ നരകിക്കുമ്പോഴും അവർക്ക് കൃത്യമായ വൈദ്യസഹായമോ പരിശോധനയോ ഉറപ്പാക്കാൻ ട്രംപ് ഭരണകൂടത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല. തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ഉണ്ടായിരുന്ന ദീർഘദൂര മിസൈലുകൾ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് അത് തീർന്നതോടെ സൈനികമായ യുദ്ധക്കളത്തിൽ അമേരിക്ക ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് കൂടിയാണ് ലോകം ഇപ്പോൾ നീങ്ങുന്നത്. വ്യോമാക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാനാകില്ലെന്ന തിരിച്ചറിവ് അമേരിക്കൻ ജനറൽമാരെ പോലും ഭയപ്പെടുത്തുമ്പോൾ തിരിച്ചടികളുടെ വ്യാപ്തി മറച്ചുവെക്കാനാണ് വെള്ള കൊട്ടാരം ശ്രമിക്കുന്നത്. ഈ കടുത്ത പരാജയങ്ങളും തിരിച്ചടികളും വാഷിംഗ്ടണിന്റെ അധികാര ഇടനാഴികളിൽ വൻ പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചിരിക്കുന്നതും. യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ ഡൊണാൾഡ് ട്രംപ് ക്യാമ്പ് ഡേവിഡിൽ വെച്ച് തന്റെ പ്രതിരോധ സെക്രട്ടറിയെ നേരിട്ട് വിചാരണ ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും നമ്മൾ കണ്ടു. ആയുധക്ഷാമത്തെക്കുറിച്ചും സൈന്യത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ നൽകി എന്നാരോപിച്ച് സ്വന്തം ഭരണകൂടത്തിനുള്ളിലെ ഉദ്യോഗസ്ഥരുമായി ട്രംപ് കൊമ്പ് കോർക്കുമ്പോൾ അമേരിക്കയുടെ പ്രതിരോധ നയം എത്രത്തോളം ദാരുണമായ അവസ്ഥയിലാണ് എന്ന് വ്യക്തമാകുകയാണ്. പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് സ്വന്തം സൈന്യത്തിന്റെ ജീവൻ അപകടത്തിലാക്കുകയും രാജ്യത്തിന്റെ ആയുധപ്പുരകൾ ശൂന്യമാവുകയും ചെയ്ത ട്രംപിന്റെ അമേരിക്കയുടെയും അഹങ്കാരത്തിനാണ് ഈ യുദ്ധക്കളത്തിൽ തിരിച്ചടിയേറ്റിരിക്കുന്നത്.